കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച ഇടതുപക്ഷ സർക്കാരിന്റെ ചരിത്രപരമായ നേട്ടത്തെ വിമർശിച്ച പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾക്കും ചില സാമ്പത്തിക വിദഗ്ധർക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമിൻ രംഗത്ത്. വിമർശകരെ AC റൂമിലെ എലി വാണങ്ങളെന്ന് വിശേഷിപ്പിച്ച ബെന്യാമിൻ വിമർശനം ഉന്നയിക്കുന്നവർക്ക് കേരളത്തിലെ യഥാർത്ഥ മാറ്റങ്ങൾ അനുഭവിക്കാനായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരാനുള്ള വെല്ലുവിളിയും ഉയർത്തി. ചരിത്രം കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്. സാക്ഷരത, ആരോഗ്യ സൂചിക, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ മേഖലകളിൽ ലോകത്തു നിന്ന് തന്നെ മാതൃകയായ കേരളം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും സമാനമായ നേട്ടം കൈവരിച്ചതിന്റെ അഭിമാന നിമിഷമാണിത്. സർക്കാരിന്റെ ഈ പ്രഖ്യാപനത്തിനെതിരെ തെളിവുകൾ ആവശ്യപ്പെട്ടും പദ്ധതിയുടെ ആധികാരികത ചോദ്യം ചെയ്തുമാണ് പ്രതിപക്ഷവും ചില സാമ്പത്തിക വിദഗ്ധരും രംഗത്തെത്തിയത്. ഈ വിമർശനങ്ങളെയാണ് ബെന്യാമിൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശക്തമായി പ്രതിരോധിച്ചത്. തന്റെ പോസ്റ്റിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ആഴം വ്യക്തമാക്കാൻ ബെന്യാമിൻ ഒരു പഴയ അനുഭവം പങ്കുവെക്കുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് മുൻപ് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പരിചയപ്പെട്ട സർക്കാരിൽ നിന്ന് വിരമിച്ച ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം ഓർത്തെടുത്തത്. ആ രാത്രി താൻ എങ്ങോട്ട് പോകുന്നു എന്ന് അന്വേഷിച്ചപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് സംസ്ഥാനത്തെ അതിദാരിദ്ര്യ മുക്തമായി പ്രഖ്യാപിക്കുന്നതിനുള്ള പദ്ധതികൾ പൂർത്തിയായെങ്കിലും വീണ്ടും ഒരിക്കൽ കൂടി ഫീൽഡിൽ ഇറങ്ങി സൂക്ഷ്മമായി പരിശോധിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചിരിക്കുന്നു എന്നായിരുന്നു. ഉദ്യോഗസ്ഥ തലത്തിൽ എന്തെങ്കിലും കുറവുകളോ പിഴവുകളോ വന്ന് ആരെങ്കിലും ഒഴിവായി പോയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുകയാണ് ഞങ്ങളുടെ ദൗത്യം. അതിനു വേണ്ടിയുള്ള ഒരു യാത്രയിലാണെന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പ്രഖ്യാപനം വരുമ്പോൾ എതിർപ്പുമായി ചിലർ ചാടി വീഴാനും എന്തെങ്കിലും ഒരു പിഴവ് കണ്ടെത്താനും സാധ്യതയുണ്ട്. ആ പഴുത് കൂടി അടയ്ക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് നിർബന്ധമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ആ ദിവസം ഉദ്യോഗസ്ഥൻ പറഞ്ഞ സന്ദേഹം എത്ര കൃത്യമായിരുന്നുവെന്ന് ഈ നല്ല ദിനത്തിൽ ചില AC റൂം എലിവാണങ്ങൾ തെളിയിച്ചിരിക്കുകയാണെന്ന് ബെന്യാമിൻ വിമർശകരെ പരിഹസിച്ചു. വർഷങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ യാഥാർത്ഥ്യമായ ഒരു നേട്ടത്തെ ഒരു കുറവായി കാണിക്കാനുള്ള ശ്രമങ്ങളെയാണ് അദ്ദേഹം എതിർത്തത്. കഴിഞ്ഞ 10 വർഷങ്ങളായി ഈ കേരളത്തിൽ എന്ത് നടക്കുന്നു എന്ന് അറിയാത്ത ഈ സ്വയം പ്രഖ്യാപിത പണ്ഡിത ശ്രേഷ്ഠങ്ങൾക്ക് ഇപ്പോൾ തെളിവ് വേണമത്രേ എന്ന് പറഞ്ഞ ബെന്യാമിൻ വിമർശകരുടെ അജ്ഞതയെ ചോദ്യം ചെയ്തു. ഈ വിമർശനം ഉന്നയിക്കുന്നവർക്കുള്ള ബെന്യാമിന്റെ ഉപദേശം ഒരു വെല്ലുവിളിയുടെ സ്വരത്തിലായിരുന്നു. അയ്യോ ശ്രേഷ്ഠരെ, AC റൂമിൽ നിന്ന് ഒന്നിറങ്ങി ജനങ്ങൾക്കിടയിലൂടെ ഇത്തിരി വെയിൽ കൊണ്ട് നടന്നാൽ ഈ കേരളം എങ്ങനെയൊക്കെ മാറിയിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അങ്ങനെ രാപ്പകൽ നടന്ന് പ്രവർത്തിക്കാൻ സന്നദ്ധരായ കുറച്ച് മനുഷ്യരുടെ ചങ്കുറപ്പിലാണ് ഇന്ന് കേരളം അതിദാരിദ്ര്യമുക്തമാണെന്ന് സർക്കാർ പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതിന് നിന്നെയൊക്കെ ഊച്ചാളി സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് ആവശ്യമില്ല. ബെന്യാമിന്റെ ഈ വാക്കുകൾ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ജനവിഭാഗത്തിന്റെ ശക്തമായ പ്രതിഫലനമാണ്. എന്ത് നല്ല കാര്യം നടന്നാലും അതിനൊക്കെതിരെ ചാടി വീഴുന്ന ചില കൊച്ചമ്മാവന്മാർ എല്ലാ ദേശത്തുമുണ്ട്. ഇവറ്റകളെയും അക്കൂട്ടത്തിൽ മാത്രം കണ്ടാ മതി എന്ന് പറഞ്ഞ ബെന്യാമിൻ വിമർശകരുടെ ഉദ്ദേശശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്തു. നല്ല കാര്യങ്ങളെ പോലും അംഗീകരിക്കാൻ മടിക്കുന്ന ഒരു വിഭാഗമാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സാക്ഷരത, ജനകീയ സൂത്രം, സ്ത്രീ ശാക്തീകരണം, ആരോഗ്യ സൂചിക എന്നിവയിലെല്ലാം കേരളം ലോകത്തിന് മാതൃകയായതുപോലെ അതിദാരിദ്ര്യ മുക്തിയിലും കേരളം ഈ നേട്ടം കൈവരിക്കുന്നതിൽ അഭിമാനിക്കാമെന്ന് ബെന്യാമിൻ അഭിപ്രായപ്പെട്ടു. അതിദാരിദ്ര്യ മുക്തി എന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് വർഷങ്ങളുടെ കൃത്യമായ ആസൂത്രണത്തിലൂടെയും നിരന്തരമായ ഇടപെടലുകളിലൂടെയും നേടിയെടുത്ത ഒരു പ്രോസസിന്റെ വിജയമാണ്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരുടെയും പ്രാദേശിക ഭരണകൂടങ്ങളുടെയും ശ്രമങ്ങളെ ബെന്യാമിൻ അഭിനന്ദിക്കുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി രണ്ടാം സർക്കാരിന്റെ കാലത്തും അതേ ഇച്ഛാശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോയി എന്നതാണ് ഈ പ്രഖ്യാപനത്തിന് പ്രാധാന്യം. ഏറ്റവും അർഹതയുള്ളവരെ കണ്ടെത്തി അവർക്ക് സ്ഥിര വരുമാനം, ഭക്ഷണം, പാർപ്പിടം എന്നിവ ഉറപ്പാക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. ഈ നേട്ടം കൈവരിക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. ഓരോ പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലുമുള്ള ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നേരിട്ട് വീടുകൾ സന്ദർശിച്ച് അതിദാരിദ്ര്യത്തിന്റെ പട്ടിക തയ്യാറാക്കി. ഈ സൂക്ഷ്മമായ ഇടപെടലാണ് പദ്ധതിയുടെ വിജയത്തിന് കാരണം. സംസ്ഥാന സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം അതിദാരിദ്ര്യ പട്ടികയിൽ ഉൾപ്പെട്ട ഭൂരിഭാഗം കുടുംബങ്ങളെയും ഈ അവസ്ഥയിൽ നിന്ന് കരകയറ്റാൻ സർക്കാരിന് സാധിച്ചു. കടുത്ത വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ ഈ സ്ഥിതി വിവരണ കണക്കുകൾ സർക്കാരിന് കരുത്തു നൽകുന്നു. അതിദാരിദ്ര്യ മുക്തമെന്ന പ്രഖ്യാപനം സാങ്കേതികമായി ശരിയാണോ, അതോ ദാരിദ്ര്യം കുറച്ചു എന്നാണോ ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് സാമ്പത്തിക വിദഗ്ധർ പ്രധാനമായും ആശങ്ക ഉന്നയിക്കുന്നത്. ദാരിദ്ര്യരേഖ നിർവചനത്തിലോ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ചാണോ പ്രഖ്യാപനമെന്നും അവർ സംശയം പ്രകടിപ്പിക്കുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ പ്രഖ്യാപനം ഇടതുപക്ഷ സർക്കാരിന് ഒരു വലിയ രാഷ്ട്രീയ നേട്ടം തന്നെയാണ്. ഇത് സർക്കാരിന്റെ സാമൂഹിക ക്ഷേമ കാഴ്ചപ്പാടുകൾക്ക് ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യത നേടിക്കൊടുക്കും. ഈ എലിവാണങ്ങളെ ബഹിരാകാശത്തേക്ക് കയറ്റി അയക്കാൻ നാസിയോട് അഭ്യർത്ഥിക്കുകയല്ലാതെ തൽക്കാലം വേറെ മാർഗമില്ല എന്ന ബെന്യാമിന്റെ അവസാനത്തെ വാചകം വിമർശകരോടുള്ള അദ്ദേഹത്തിന്റെ അങ്ങേയറ്റത്തെ അമർഷം വ്യക്തമാക്കുന്നു.